സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. പുതുവത്സരത്തെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ് ലോകമെങ്ങും. അതിൻ്റെ ആഘോഷത്തിമിർപ്പും അതിൻ്റെ പ്രതീക്ഷകളും ഒക്കെ അനേകരുടെ ഉള്ളിൽ ഉണ്ട്. 2024 ചില ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരും. അതിൻ്റെ മോഹങ്ങളും മോഹഭംഗങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ അത് യവനയ്ക്ക് പുറകിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇനിയും 2025 ഒരു നല്ല വർഷമായിട്ട് തീരണം, അനുഗ്രഹമായിട്ട് തീരണം. എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, ചില നല്ല ഫലങ്ങൾ കണ്ട് സന്തോഷിക്കാനിടയാകണം. ഇതൊക്കെയാണ് പൊതുവിൽ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ചിന്തകൾ. ഈ നിലയിൽ നമ്മെ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സഹായിക്കുന്ന ചില വാക്കുകൾ ഒരു പുതുവത്സര സന്ദേശമായിട്ട് പറയണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. 12-ാമത്തെ വാക്യം, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. വളരെ പ്രസിദ്ധമായിരിക്കുന്ന വാക്യങ്ങളാണ് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ 2025 എങ്ങനെ അന്വർത്ഥമായ വിജയകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംവത്സരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയറായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ചില വാക്കുകൾ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തെ കൂടാതെ നമുക്ക് നന്മകൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യരും ദൈവം ഇല്ലെന്ന് പറയുന്ന ആളുകളുടെയും ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലേ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ നന്മകൾ നീണ്ടു നിൽക്കണം എന്ന് നിർബന്ധമില്ല. ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന, നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നന്മകളൊക്കെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു, ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ബ്ലെസ്സിങ്സ്, ഓൾ വെർച്യൂസ്, ഓൾ ഗുഡ്. എല്ലാ നന്മയുടെ ഉറവിടം നമ്മുടെ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത്? എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വർഷങ്ങളും നിങ്ങളുടെ മാസങ്ങളും ദിനങ്ങളും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തോട് ഒരു നല്ല ബന്ധം ആവശ്യമാണ്. ആ ദൈവത്തെ നിങ്ങളെ അനുഗ്രഹിക്കണം എന്ന് താല്പര്യമുണ്ട്. അപ്പസ്തലനായിരിക്കുന്ന പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നാം അനുഗ്രഹിക്കപ്പെട്ട് കാണണം എന്ന് നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ വർഷത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനുള്ള ഒരുക്കവും താല്പര്യവും ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വാസ്തവത്തിൽ താല്പര്യപ്പെടുന്നു. രണ്ടാമത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ദൈവം സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിൽ എങ്ങനെയാണ് പുൽപ്പുറങ്ങൾ ഉണ്ടാകുന്നത്? അവിടെ എങ്ങനെയാണ് പുഷ്ടി ഉണ്ടാകുന്നത്? അവിടെ എങ്ങനെയാണ് പൂന്തോപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല. എന്നാൽ മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. ഒരുപക്ഷെ 2024 നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ രോഗക്കിടക്കയിൽ എത്ര നാളിങ്ങനെ കിടക്കും, ഞാൻ ഈ കടക്കണിയിൽ എത്ര നാളിങ്ങനെ കിടക്കും, എൻ്റെ പരാജയബോധത്തിൽ ഞാൻ എത്ര നാളിങ്ങനെ കിടക്കും, എൻ്റെ മനസ്സാക്ഷിയിലെ പ്രശ്നങ്ങൾക്ക് എന്നൊരു പരിണാമം വരും, എൻ്റെ ഫാമിലി എങ്ങനെ മെച്ചപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ മെച്ചപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവർ തങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ പരിതപിക്കുന്നവരും ദുഃഖിക്കുന്നവരുമായ മനുഷ്യരാണ്. ഇതിനൊരു പരിഹാരമായിട്ട് ഒരുപക്ഷെ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്തോ കൗൺസിലേഴ്സിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ള മറ്റ് പല മനുഷ്യരുടെ അടുക്കൽ ഒക്കെ പോയി മടുത്ത മനുഷ്യരായിരിക്കാം, പണം മുടക്കി മടുത്ത മനുഷ്യർ,
പലവിധ മതകർമ്മങ്ങൾ ചെയ്ത് മടുത്ത മനുഷ്യർ, പ്രിയമുള്ളവരെ, സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കാൻ സാധിക്കും. കുന്നുകളെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ, മരുഭൂമിയെ പുല്ലുകൊണ്ട് അലങ്കരിക്കുവാൻ കഴിവുള്ളവനായിരിക്കുന്ന ദൈവം നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തി അതിനെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കും. ഈ കുഴിയിൽ നിന്ന്, ഈ ചേറ്റിൽ നിന്ന് എന്നെ ആര് വലിച്ചു കയറ്റും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒരു മനുഷ്യനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് പറ്റും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, സകലവും സാധ്യമാണ്. അതുകൊണ്ട് ദൈവാനുരൂപമായി ചിന്തിക്കുക, ദൈവത്തോട് ബന്ധമുള്ള നിലയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ദൈവമേ, നിനക്ക് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ, എൻ്റെ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ സ്ഥിതിക്ക് മെച്ചം വരുത്തുവാൻ നിനക്ക് കഴിയും. പ്രിയമുള്ളവർ, ഈ ചിന്തയും ഈ തോട്ട് നമ്മുടെ ഉള്ളിൽ വളരെ ആവശ്യമാണ്. മാത്രമല്ല, 2025 നമുക്ക് അനുഗ്രഹമായി തീരണം. നമ്മെ നയിക്കുവാനും നടത്തുവാനും നമുക്കൊരു നല്ല നേതാവ് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വഴിത്താരകളിലൂടെ പോകുമ്പോൾ ഇരുളും വെളിച്ചവും നിറഞ്ഞ വഴി, ഉയർച്ചകളും താഴ്ചകളുമുള്ള വഴി, വേദനകളും ബുദ്ധിമുട്ടുകളുള്ള വഴി, ഈ വഴിയിൽ എന്നെ ശരിയായി നയിക്കുവാൻ, നടത്തുവാൻ, എന്നെ ഡയറക്റ്റ് ചെയ്യുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് ദിശാബോധം നൽകുവാൻ എനിക്കൊരാൾ ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് പറ്റും. 10:11 ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അനുഗ്രഹമായി പോകണമെങ്കിൽ നമ്മെ നയിക്കാൻ പറ്റിയൊരു നേതാവ് വേണം. ഇടയനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ഇടയൻ ആടുകളെ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നു, സന്ധ്യയാകുമ്പോൾ തിരിച്ച് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവരുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. ആടുകൾ സ്വയം പോവുകയല്ല, മറിച്ച് ഇടയൻ അവയെ നടത്തുകയാണ്. 2025 നാം നടക്കുകയല്ല, നമ്മെ നടത്തുവാൻ ഒരു ഇടയൻ നമുക്ക് ആവശ്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധം ഇന്ന് നിങ്ങൾ സ്ഥാപിക്കുക. കർത്താവെ, ഞാൻ എൻ്റെ വലത് കരത്തെ നിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു, നീ എൻ്റെ കരങ്ങളെ പിടിക്കണം, നീ എനിക്ക് ഇടയനായിട്ടിരിക്കണം, നീ എന്നെ നടത്തണം. ഈ ഇടയൻ നമ്മളെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. ഈ കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയൻ എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അവൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തിയവനാണ്. കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ തൻ്റെ ജീവനെ കൊടുത്തു. നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ, ഒരു പുതിയ ദൈവബന്ധമുള്ള ആളുകളാക്കി തീർക്കുവാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി നിസ്തുല്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച് നമ്മളെ ദൈവ കുടുംബത്തിൽ സ്വീകരിക്കുവാൻ അവൻ തയ്യാറായിട്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സ്നേഹിത, താങ്കൾ ഈ ക്രിസ്തുവിനെ ഇടയനായി, രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? അവൻ നിനക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുക്കാൻ പോകുന്നു എന്നല്ല, കൊടുത്തിരിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയനായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കുന്ന കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 2025 നമുക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു വർഷമായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇടയൻ ആവശ്യമാണ്. നമുക്കറിയാം, മധ്യേഷ്യയിലും സിറിയയിലും അതുപോലെ ഗാസയിലും അതുപോലെ മറ്റനേക രാജ്യങ്ങളിലും മനുഷ്യർക്ക് സ്വസ്ഥതയില്ല. യുക്രൈനിലും റഷ്യയിലും ഒന്നും സ്വസ്ഥതയില്ല. റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിലെ വൻ ശക്തിയാണ്, പക്ഷെ അവിടെയുള്ള മനുഷ്യർക്ക് സ്വസ്ഥതയില്ല. എന്താ കാരണം? ക്രിസ്തുവിലാണ് യഥാർത്ഥ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിനും കുടുംബത്തിനും സമാധാനം അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഈ ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാം? 4-മത് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒരിക്കലും പരീശന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു അതിന് ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ഈ ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ വരുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുക, വിശ്വാസത്താൽ അവനോടൊരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരിക, ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പിലേക്ക് വരിക. അവിടെയാണ് ദൈവപ്രസാദം നമ്മുടെ മേൽ വരുന്നത്. നമ്മൾ കർത്താവിൻ്റെ പ്രസാദം ലഭിക്കുവാനായിട്ട് ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കണ്ട, നാം ദൂര സ്ഥലങ്ങളിലേക്ക് യാത്രയാകണ്ട, വളരെ ത്യാഗപൂർണമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യണ്ട. വിശ്വാസത്താൽ അവനെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് സ്വീകരിക്കുക. ആരായിട്ട്? എൻ്റെ ഇടയനായിട്ട്, എൻ്റെ രക്ഷകനായിട്ട്, എൻ്റെ കർത്താവായിട്ട്, എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ളവനായിട്ട്, ക്രൂശിൽ
എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തവനായിട്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സുരക്ഷിതമായിരിക്കുന്ന കരങ്ങളിലേക്ക് നാം നമ്മുടെ കരങ്ങളെ വെച്ചു കൊടുക്കുകയാണ്. ഇതിനേക്കാൾ സുരക്ഷിതമായിരിക്കുന്ന ഒരിടം ഒരു മനുഷ്യന് ജീവിതത്തിൽ കണ്ടെത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് 2025 ഈ സന്ദേശം കേട്ട ഏവർക്കും അനുഗ്രഹമായിട്ട് തീരട്ടെ. ഇത് അനുഗ്രഹമായ വിധത്തിൽ തീരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നടത്തട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648.